നിലമ്പൂർ ടെസ്റ്റിന്റെ മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ UDFും PV അൻവറും ഇഞ്ചോടിഞ്ച് പൊരുതി നിൽക്കുകയാണ്. നിലവിൽ UDFിന് നേരിയ മുൻതൂക്കമുണ്ടെങ്കിലും നാലാം ദിനമായ നാളെ ഇരു ടീമുകൾക്കും നിർണായകമാണ്. ആദ്യത്തെ 2 ദിവസങ്ങളിൽ UDFിന് അനുകൂലമായ രീതിയിൽ പിച്ച് ബാറ്റിങ്ങിന് അനുകൂലമായിരുന്നുവെങ്കിൽ മൂന്നാം ദിനമായ ഇന്നലെ മുതൽ പിച്ച് വേഗം കുറഞ്ഞ് സ്പിന്നിന് അനുകൂലമായിട്ടുണ്ട്. കോൺഗ്രസിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഇന്നലെ അൻവർ തലങ്ങും വിലങ്ങും ഗൂഗിളുകൾ എറിഞ്ഞ് കോൺഗ്രസ് നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കിയെങ്കിലും വിക്കറ്റൊന്നും പോകാതെ കോൺഗ്രസ് രണ്ടാം ദിനവും പിടിച്ചു നിന്നു. എന്നാൽ പൊതുവെ ദുർബലമായ കോൺഗ്രസിന്റെ ബാറ്റിംഗ് നിര വരും ദിവസങ്ങളിൽ എങ്ങനെ പൊരുതി നിൽക്കുമെന്ന് കണ്ടറിയണം. ഏറ്റവും ഒടുവിൽ KC വേണുഗോപാലിനെ ക്രീസിലിറക്കി അൻവറിന്റെ ബൗളിങ്ങിനെ ചെറുക്കാനാണ് കോൺഗ്രസ് ക്യാപ്റ്റൻ സണ്ണി ജോസഫ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. ഇടയ്ക്കിടെ പെയ്യുന്ന മഴ കളി തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിലും അതൊന്നും നിലമ്പൂർ ടെസ്റ്റിന്റെ ആവേശം തെല്ലും ചോർത്തിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അമ്പുക്കയാണെങ്കിൽ ഈ ടെസ്റ്റ് ജയിച്ചിട്ട് വേണം CPM-നെ കൂടി നേരിടാൻ എന്നതിനാൽ കടുത്ത ആശങ്കയിലുമാണ്. അരച്ചനെ കൊതിച്ച് പുരുഷനെ വെടിഞ്ഞവൾക്ക് അരച്ചനുമില്ല പുരുഷനുമില്ല എന്ന് പറഞ്ഞ പോലെയായി ഇപ്പോൾ അമ്പുക്കയുടെ കാര്യം. LDFിൽ ഇരുന്നപ്പോൾ സിംഹത്തെ പോലെ ഗർജിച്ച് നടന്ന മനുഷ്യനാണ് ഇപ്പോൾ ദേ മാർജാറിനെ പോലെ പതുങ്ങി നിൽക്കുന്നു. LDFിൽ ഉണ്ടായിരുന്ന കാലത്ത് സകലരെയും വെല്ലുവിളിച്ച് മാത്രമായിരുന്നു ശീലം. ഇപ്പോൾ കരഞ്ഞും കാല് പിടിച്ചും തൊഴുത്തിലുറങ്ങിയും ഏറെക്കുറെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. കോൺഗ്രസിലാണെങ്കിൽ എല്ലാ കാര്യത്തിലും എന്ന പോലെ അൻവറിന്റെ കാര്യത്തിലും നല്ല ഐക്യമാണ്. സതീശൻ പറയുന്നതല്ല സുധാകരൻ പറയുന്നത്. അൻവറിനെ എടുക്കണമെന്ന് സുധാകരൻ പറയും, എടുക്കേണ്ടെന്ന് സതീശൻ പറയും. ചെന്നിത്തലയ്ക്ക് അൻവർ വരണമെന്നുണ്ട്, എന്നാൽ സതീശനെ ചോദ്യം ചെയ്യാൻ വയ്യതാനും. ബാക്കിയുള്ളവരാണെങ്കിൽ അവരുടെ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്ന തിരക്കിലാണ്. സൈബർ സേന തലവൻ മേജർ ജനറൽ VT ബൽറാമിനാണെങ്കിൽ നേരിട്ട് പറഞ്ഞ ശീലമില്ലാത്തതിനാൽ ഫേസ്ബുക്ക് വിളയാട്ടമാണ് പ്രിയം. പുതിയ KPCC പ്രസിഡന്റ് പറയുന്നതാണെങ്കിൽ പുള്ളിക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാകുന്നുമില്ല. ഇതിന്റെ എല്ലാ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നതാകട്ടെ പാവം കുഞ്ഞാലിക്കുട്ടിയും. മാധ്യമപ്രവർത്തകർ എപ്പോഴും മൈക്കുമായി വളയം ചെയ്യുന്നത് കുഞ്ഞാപ്പയെയാണ്. പുള്ളിക്കാണെങ്കിൽ എന്താണ് നിലമ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഇതുവരെ മനസ്സിലായിട്ടില്ല. കോൺഗ്രസിനെ അനുനയിപ്പിക്കാനാണ് അൻവർ പോയി ലീഗ് നേതാക്കളെ കണ്ടത്. ലീഗുകാരാണെങ്കിൽ ഇപ്പോഴും പഴയ ഉമ്മൻചാണ്ടി കാലത്തിന്റെ ഓർമ്മ വെച്ച് സതീശനെ ബന്ധപ്പെട്ടു. അപ്പോഴാണ് സതീശൻ ആരാ ഏതാ എന്നൊക്കെ തിരിച്ചു ചോദിച്ചത്. അതോടെ ലീഗുകാർ വന്ന വണ്ടി അതേ വഴി തിരിച്ചുവിട്ടു. ഇനിയിപ്പോൾ എല്ലാം KC വേണുഗോപാൽ പരിഹരിക്കുമെന്ന പ്രതീക്ഷയിലാണത്രേ അൻവർ. അതായത് ഇനി KC ആണ് തനിക്ക് പിതൃതുല്യൻ എന്ന് സാരം. ഏത് പണ്ട് പിണറായിയെ കുറിച്ച് പറഞ്ഞ പോലെ.